യെസ്, വെൽക്കം ടു അൺഅക്കാഡമി. അൺഅക്കാഡമിയുടെ അടുത്ത സെഷൻ്റെ നമ്മുടെ ബോട്ടണി എക്സാംസിൻ്റെ, അതായത് ബയോളജിയുടെ സൊല്യൂഷൻസാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാനിതാ ബോട്ടണീൻ്റെ സൊല്യൂഷൻസ് തരുന്നു. കഴിഞ്ഞ നമ്മുടെ മോക്ക് എക്സാംസിലൊക്കെ തന്നെ പല ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നു എന്ന് സ്റ്റുഡൻസ് പലരും നമ്മളെ ഇൻഫോം ചെയ്തു. സോ അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുതന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസേ അത് വരണം, അതിനാണല്ലോ നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇനി വരുന്ന നമ്മുടെ ജൂൺ 21 വരുന്ന എക്സാംസിന് വേണ്ടി അതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ സെലക്ട് ചെയ്ത് എക്സാംസിലൂടെ നിങ്ങൾക്ക് തരുന്നു. അതും വളരെ നല്ല രീതിയിൽ മക്കൾ എഴുതണം, അപ്പിയർ ചെയ്യണം. ഓരോ എക്സാംസും മാത്രമല്ല, ആ ഓരോ ക്വസ്റ്റ്യനും വളരെ നന്നായിട്ട് നിങ്ങൾ, അതായത് കെയർഫുള്ളായിട്ട് നിങ്ങളിത് പഠിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ മക്കളെ, തുടങ്ങാം. 1. ഹൂ ഈസ് നോൺ ആസ് ദി ഡാർവിൻ ഓഫ് ദി 20th century? അറിയാം, നമ്മുടെ +1 ബയോളജി ആരംഭിക്കുന്നത് സെക്കൻഡ് പേജിൽ തന്നെ ഇത് വെച്ചിട്ടാണ്. നമുക്കറിയാം എന്താ അദ്ദേഹത്തിൻ്റെ പേര്. ഡാർവിൻ ഓഫ് 20th century എന്നറിയപ്പെടുന്നത് വേറെ ആരുമല്ല. ഹൂ ഡാർവിൻ ഓഫ് 20th century എന്ന് അറിയപ്പെടുന്നത് ആരായിരുന്നു? ഓർക്കുന്നുണ്ടോ? ലിനേയസ് ആണോ? അല്ല. ആരാ ലിനേയസ്? ഫാദർ ഓഫ് ടെക്സോണമിയാണ്. ടു കിങ്ഡം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അവരൊന്നുമല്ല. ഇത് ആവിഷ്കരിച്ചതാരാ? ഏണസ്റ്റ് മേയർ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സെക്കൻഡാണ്. ആരാ? വിറ്റാക്കർ 5 കിങ്ഡം ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ്. വിർഷോ ആണ് നമ്മുടെ സെൽ തിയറി, സെൽ ഡോക്ടറൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് നമ്പർ 2. ബാക്ടീരിയ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 categories. According to their shape, study the given figures and select the correct option regarding this. ഇത് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മൊണീറയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 8ാമത്തെ ചാപ്റ്റർ സൈറ്റോളജിയിലും ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്? ഒന്നാമത്തേത് റോഡ് ഷേപ്പ്ഡ്. അപ്പോൾ റോഡ് ഷേപ്പ്ഡ് ആയതിനെ നമ്മൾ പറയുന്നു ബാസില്ലസ് എന്ന് പറയും. സോ ഏതാ വരുന്നത്? ബാസില്ലസ് ആണ്. ബി എന്ന് പറയുന്നത് സ്പൈറില്ലമാണ്, സ്പൈറലി കോയിൽഡ് ടൈപ്പാണ്. സി വിബ്രിയോ ആണ്, കൊളറ ടൈപ്പ് വിബ്രിയോ. ഡി ഏതാണ്? കോക്സൈ, മീൻസ് കോക്കസ് ടൈപ്പാണ്. സോ ഇതിൻ്റെ ആൻസർ 3 ആണ്. വളരെ സിമ്പിളാണ്. ഇതേ ക്വസ്റ്റ്യൻ ഒരിക്കൽ നമ്മുടെ എക്സാമിന് ചോദിച്ചതാണ് എൻട്രൻസിന്. റെഡ് ടൈഡ്സ് ഇൻ വാം കോസ്റ്റൽ വാട്ടർ ഡെവലപ്പ് ഡ്യൂ ടു ദി അബണ്ടൻസ് ഓഫ്. നമ്മൾ പഠിച്ചു റെഡ് ടൈഡ്. ഇതും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഉള്ളതാണ്. ഇത് പ്രോട്ടിസ്റ്റയിലാണ്. പ്രോട്ടിസ്റ്റയ്ക്കുള്ള 5 ഡിവിഷനിൽ ഒന്നാണ് ഡൈനോഫ്ലജെല്ലൈറ്റ്. നമുക്കറിയാം ആ ഡൈനോഫ്ലജെല്ലൈറ്റിൽ വരുന്ന ഒരു മെമ്പർ, ആ ഡൈനോഫ്ലജെല്ലൈറ്റ് ആണ് ഇതിനു കാരണം. സോ ഇതാണ് ആൻസർ. ഡൈനോഫ്ലജെല്ലൈറ്റിൻ്റെ പ്രത്യേകത, ഇത് വെറുതെ ഈ ആൻസർ പഠിച്ചാൽ പോരാ. മോസ്റ്റ് എബണ്ടൻറ്റ് ദാറ്റ് ഫൗണ്ട് ഇൻ എവിടെയായിരുന്നു? മറൈൻ വാട്ടറാണ്. അത് ഫോട്ടോസിന്തറ്റിക് ആണ്. ഡിഫറെൻ്റ് കളറുണ്ട്. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. വ്യത്യസ്ത കളർ അത് അപ്പിയർ ചെയ്യുന്നു. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 ഫ്ലജല്ല, 2 ഫ്ലജല്ല. അതുകൊണ്ടാണ് ഡൈനോഫ്ലജെല്ലൈറ്റ് എന്ന് പേര് പറയുന്നു. സെൽവാളിൻ്റെ ഔട്ടറിലായിട്ട് സ്റ്റിഫായ സെല്ലുലോസ് പ്ലേറ്റ് ഉണ്ട്. അതൊക്കെ അവിടെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി റെഡ് ടൈഡായിട്ട് കാണപ്പെടുന്നത് ഏത്? നമുക്കറിയാം ഗോണിയോലക്സ് എന്ന ഒരു സ്പീഷ്യസ് ആണ്. ആരാണ്? ഗോണിയോലക്സ് എന്ന സ്പീഷ്യസാ. അതും ഓർമ്മിക്കുക. യുഗ്ലിനോയിഡ്സ് അറിയാം. ഈ പ്രോട്ടിസ്റ്റയിൽ വരുന്ന മറ്റൊരു ഫോട്ടോസിന്തറ്റിക് ഗ്രൂപ്പാണ്. ഡയാറ്റംസ് ഒക്കെ സ്ലൈമോൾഡ് സാപ്രോഫൈറ്റിക് ആയ ഗ്രൂപ്പാണ്. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? 1 ആണ്, ഡൈനോഫ്ലജെല്ലൈറ്റ്. ഹൂ ക്രിസ്റ്റലൈസ്ഡ് വൈറസസ് ഫോർ ദ ഫസ്റ്റ് ടൈം? WM സ്റ്റാൻലിയാണ് ഫസ്റ്റ് ക്രിസ്റ്റലൈസ് ചെയ്തു. സ്മിത്തും നാഥൻസും ഒക്കെ ജെനറ്റിക്സ് പഠിച്ചു. ബിജറിനൊക്കെ പറഞ്ഞു നമ്മുടെ വൈറസ് കണ്ടാജിയം വിവം ഫ്ലൂയിഡം എന്ന് ആര് കണ്ടെത്തി?
ബിജറിനെക്ക് കണ്ടെത്തി. ഇവനോസ്കി ടുബാക്കോ മൊസൈക്ക് ഡിസീസ് that is caused by an organism which is smaller than bacteria that passes through bacteria proof filter. അതാണ് ഇവാനോസ്കിയുടെ കൺസെപ്റ്റ്. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? 1. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി ഐഡൻറ്റിഫൈ എ ബി സി ഇൻ ദ ഗിവൺ ഫിഗർ ഓഫ് ഫീമെയിൽ താലസ് ഓഫ് മർക്കാൻഷ്യ. അപ്പം അത് പറഞ്ഞിട്ടുണ്ട്. മർക്കാൻഷ്യ നിങ്ങൾക്കറിയാം ബ്രയോഫൈറ്റിലാണ് മർക്കാൻഷ്യ. പല എക്സാംസിനും ചോദിച്ചിരിക്കുന്നു. കാരണം മെജോറിറ്റി ഓഫ് ദ ബ്രയോഫൈറ്റ്സ് ആർ മൊണീഷ്യസ് ആണ്. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസർ ഫ്രം ദ സെയിം ബോഡിയാ. പക്ഷേ നമ്മുടെ മർക്കാൻഷ്യ എന്ന് പറയുന്നത് ഡൈഷ്യസ് ആയ ബ്രയോഫൈറ്റ് ആണ്. ഓക്കെ, ഡൈഷ്യസ് ആണ്. അതൊരു ക്വസ്റ്റ്യനാണ്. നെയ്മ് എ ഡൈഷ്യസ് ബ്രയോഫൈറ്റ്. മർക്കാൻഷ്യയാണ് നമ്മുടെ ടെക്സ്റ്റ് സിലബസിലുള്ളത്. ആൻഡ് അപ്പോൾ അത് ഫീമെയിൽ ആകുന്നു. അപ്പോൾ ഒരു സംശയമില്ല, ഇത് ഏതൊക്കെയാണ്? ഫീമെയിൽ എന്ന് പറയുന്നത് ആർക്കിഗോണിയമാണ്. അതിൻ്റെ സ്റ്റാക്കിൻ്റെ പേരാണ് ആർക്കിഗോണിയോഫോർ. പിന്നെ ബി എന്ന് പറയുന്നത് ജെമ്മയാണ്. എന്താണ് ജെമ്മെ? ഗ്രീൻ അസെക്ഷൽ മൾട്ടി സെല്ലുലാർ ബഡ്. അതാണ് ആര്? ജെമ്മെ. സോ സി എന്ന് പറയുന്നത് റൈസോയിഡ്സാ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 95ൻ്റെ ആൻസർ ഏതാണ്? 3 ആണ്. നിങ്ങൾ ഓർക്കുക, ഈ നമ്മുടെ മർക്കാൻഷ്യ വരുന്നത് ഏത് വിഭാഗത്തിലാണ്? ബ്രയോഫൈറ്റിൽ ലിവർ വേർഡ്സിലാണ്. അത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. ദാറ്റ് ഈസ് ഇത് വരുന്ന ഗ്രൂപ്പ് ഏതായിരുന്നു? ലിവർ വേർഡ്സ് ആണ്. ലിവർ വേർഡ്സിൻ്റെ റൈസോയിഡ്സ് പൊതുവെ യൂണിസെല്ലുലർ ആണ്. അത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനുമായി അറ്റാച്ച് ചെയ്ത് നമുക്കത് പഠിക്കാം. യൂണിസെല്ലുലറായ റൈസോയിഡ്സ് ആണ്. സോ ആർക്കിഗോണിയ എന്നുള്ളത് ഫീമെയിൽ ഗമെറ്റോഫൈറ്റ് ആണ്. സോ ദി ആൻസർ ഈസ് 3. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 ആണ്. Then 26. At least half of the total carbon dioxide fixation of Earth is carried out through photosynthesis by. At least half എന്നാണ് പറയുന്നത്. ആൻജിയോസ്പേംസ് ഉണ്ട്, ജിംനോസ്പേംസ് ഉണ്ട്, ദെൻ ബ്രയോഫൈറ്റ് ഉണ്ട്, ആൽഗയുണ്ട്. ആൻസർ ആൽഗയാണ്. എബൌട്ട് 70% എന്നാണ് NCERT കൊടുത്തിരിക്കുന്നു നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ ആൽഗയിൽ. മിക്കവാറും പിള്ളേർ വിചാരിക്കുക ആൻജിയോസ്പേംസ് ആണല്ല, ആൽഗയാണ്. കാരണം നമ്മുടെ എർത്തിൽ 3/4 വാട്ടർ ആണല്ലോ. മെജോറിറ്റിയും അവിടെ ഉള്ളതാരാണ്? ആൽഗകളാണ്. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? 3. 97. ജിംനോസ്പേംസ് ആർ റെഫേർഡ് ടു ആസ് നെയ്ക്കഡ് സീഡഡ് പ്ലാന്റ്സ്. യെസ്, ജിംനോസ്പേംസിൻ്റെ ആ ഫസ്റ്റ് പാരഗ്രാഫിലുള്ള സെക്കൻഡ് തേർഡ് ലൈൻസ് ആണത്. എന്തുകൊണ്ടാണ് നേക്കഡ് ആയത്? ലേക്ക് ഓഫ് ഒവ്യൂൾസ് ആണോ? അല്ല. ഒവ്യൂൾ സീഡായിട്ടാണ് മാറുന്നു. അതല്ല. ലേക്ക് ഓഫ് ഓവറീസ്. യെസ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ഇൻറ്റു ഫ്രൂട്ട്, ഒവ്യൂൾ ഇൻറ്റു സീഡ്. നിങ്ങൾ പഠിച്ചു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ എ ഫ്ലവർ എന്ന്. അപ്പോൾ ഇവിടെ ഫ്ലവർ ഇല്ല, ഓവർ ഇല്ല. അതുകൊണ്ട് നെയ്ക്കഡ് ആണ് ആര്? ജിംനോസ്പേംസ്. ഓക്കെ, സോ ആൻസർ ഈസ് 2. If the gynoecium occupies the highest position, gynoecium occupies the highest position while other parts of the flower are situated below it, then the flower is referred to as. അപ്പോൾ ഓവറി സുപ്പീരിയറാ, ഗൈനീഷ്യം ഹയസ്റ്റ് പൊസിഷനിലാ, ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം താഴെയാണ്. അപ്പോൾ ഓവർ സുപ്പീരിയർ ആണ്. സോ സച്ച് ഫ്ലവേഴ്സ് ആർ കോൾഡ് ഹൈപ്പോഗൈനസ്. അത് ഹൈപ്പോഗൈനസാ. നമുക്ക് പഠിക്കാനുള്ള മാൽവേസിയെ ഫാമിലി, ബ്രാസിക്കേസിയെ ഫാമിലി, ആസ്റ്ററേസിയെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് എല്ലാം ഇല്ല, പലതും. അപ്പോൾ ഇതെല്ലാം ഏതാണ്? നാം കൊടുത്തിരിക്കുന്ന ഹൈപ്പോഗൈനസ് ആണ്. ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ആണ്. ഡെറ്റ്യൂറ, ചില്ലി, അതേപോലെ നമ്മുടെ ഹിബിസ്കസ്. NCERTയിൽ കൃത്യമായ എക്സാമ്പിൾസും പറഞ്ഞിരിക്കുന്നു. ദീസ് ആർ ഓൾ സൊളാനേസിയ മെമ്പേഴ്സ്, മാൽവേസിയ മെമ്പേഴ്സ്, ലില്ലിയസിയ മെമ്പേഴ്സ് എല്ലാം ഏതായിരുന്നു? ഹൈപ്പോഗൈനസ് ആണ്. എന്താണ് പെരിഗൈനസ്?
പെരിഗൈനസ് എന്ന് പറയുന്നത് നോക്കൂ, പെരിഗൈനസിൽ നമുക്ക് പറയാം അതിൻ്റെ തലാമസ് കപ്പ് പോലെ, തലാമസ് കപ്പ് പോലെ. യെസ്, സോ ഇഫ് ക്വസ്റ്റ്യൻ നമ്പർ 98, ഇഫ് ദ ഗൈനീഷ്യം occupy the highest position, other parts of the flower are situated below it, then the flower is referred to as. എന്താണ് പറയുന്നത്? നമുക്കറിയാം ഓവർ സുപ്പീരിയർ ആണ്, അതർ മെമ്പേഴ്സ് ബിലോ ദി ഓവറിയ. അപ്പോൾ ആ ഫ്ലവറിനെ നമുക്ക് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയും. ഫ്ലവർ ഏതായിരുന്നു? ഹൈപ്പോഗൈനസ് ആണ്. ക്ലിയർ? ഹൈപ്പോഗൈനസാ. ഇതിന് എക്സാമ്പിളാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന മാൽവേസിയെ ഫാമിലി. ഓക്കെ, മാൽവേസിയെ ഫാമിലി ഉണ്ട്. പിന്നെ നമ്മുടെ സൊളനേസിയെ ഫാമിലി ആ ടൈപ്പിലാണ്. മാൽവേസിയെ, സൊളനേസിയെ, പൊയേസിയെ, ലില്ലിയേസിയെ, അതൊക്കെ ഈ എക്സാമ്പിൾസിലാണ്. NCERT പറയുന്നുണ്ട് ഡെറ്റ്യൂറയുണ്ട്, ചില്ലി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ലേഡീസ് ഫിംഗർ ഉൾപ്പെടെ അതെല്ലാം ഈ വിഭാഗത്തിൽ വരുന്നു. വേറൊന്നാണ് പെരിഗൈനസ്. സെക്കൻഡ് ഓപ്ഷൻ. എന്താണ് പെരിഗൈനസ്? പെരിഗൈനസിൽ തലാമസ് ഒരു കപ്പ് പോലെയാണ്. ഇതിനകത്താണ് നമ്മുടെ ഗൈനീഷ്യം ഒക്യുപ്പൈസ് ദ സെൻറ്റർ പൊസിഷൻ ഹാഫ് ഇൻഫീരിയർ ഓർ ഹാഫ് സുപ്പീരിയർ. ഇതാണ് പറയുന്നു. അതാണ് പെരിഗൈനസ്. അതർ മെമ്പേഴ്സ് എറൈസസ് യുനോവർ റിം ഓഫ് ദി തലാമസ് ഓൾമോസ്റ്റ് സെയിം ലെവൽ. പല എക്സാമിനും ചോദിച്ചു. പെരിഗൈനസിന് എക്സാമ്പിളാണ് 3 പേരാണ് NCERTയിലുള്ളത്. പ്ലം, പീച്ച് ആൻഡ് റോസ്. ഓക്കെ, പ്ലം, പീച്ച് ആൻഡ് റോസ്, ഇത് 3ഉം ഏതിന് എക്സാമ്പിളാണ്? പെരിഗൈനസ് എക്സാമ്പിളാ. വാട്ട് ഈസ്, എന്താണ് എപ്പിഗൈനസ്? എപ്പിഗൈനസിൽ ഗൈനീഷ്യം ഒക്യുപ്പൈസ് എവിടെയാ? ഹയസ്റ്റ് അല്ല, ലോവർ പൊസിഷനാ. ഗൈനീഷ്യം അടിയില. ഓൾ അതർ മെമ്പേഴ്സ് എബവ് ദി ഗൈനീഷ്യം, എല്ലാവരും ഗൈനീഷ്യത്തിൻ്റെ മുകളിലാ. എപ്പിഗൈനസ് മീൻസ് ബിലോ ദ ഗൈനീഷ്യം. അതാണ് അവിടെ വരുന്നു. അതാണ് എപ്പിഗൈനസ് ആണ്. നമ്മുടെ എപ്പിഗൈനസിൽ ലോവർ അടിയിലായിട്ടാണ് ഗൈനീഷ്യമുള്ളത്. ഇതിന് എക്സാമ്പിൾ നമ്മുടെ ഇക്സോറ ഉൾപ്പെടെയുള്ള പല പ്ലാന്റ്സും ഏതിന് എക്സാമ്പിളാണ്? ഗുവ, പേരയ്ക്ക, എപ്പിഗൈനസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ്, ഓവറി ഈസ് 1 chambered but it becomes 2 chambered due to the formation of false septum. പി ആണോ? അല്ല, അത് മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ്. സൺഫ്ലവർ ആണോ? അല്ല. ഇതിൻ്റെ ആൻസർ ഏതാണ്? അർജിമോൻ. ഇത് പരൈറ്റൽ പ്ലാസൻറ്റേഷൻ ആണ്. ഏതായിരുന്നു? പരൈറ്റൽ പ്ലാസൻറ്റേഷൻ. നമ്മുടെ കഴിഞ്ഞ നീറ്റ് എക്സാമിന് മെയ് 3 നടന്ന നീറ്റ് എക്സാമിന് AB കോളത്തിൽ ഇത് വന്നിരുന്നു, ഓർക്കുക. സോ ആൻസർ ഈസ് 99 then 100. എഡിബിൾ പാർട്ട് ഓഫ് ആപ്പിൾ ആൻഡ് പിയർ. ഇത് വരുന്നത് നിങ്ങൾ ഫ്രൂട്ട്സ് എന്താണെന്ന് പഠിച്ചു. റൈപ്പൻഡ് ഓവറിയാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നു. മെച്ചുറായ റൈപ്പൻഡ് ഓവറിയാണ് ഫ്രൂട്ട്സ്. ഓക്കെ, ആ ഫ്രൂട്ട്സ് പല ടൈപ്പുണ്ട്. പക്ഷേ ബേസിക്കലി 2 ടൈപ്പാണ്. ഒന്ന് ട്രൂ ആയ ഫ്രൂട്ടുണ്ട്, മറ്റൊന്ന് ഫാൾസ് ആയ ഫ്രൂട്ടാണ്. ട്രൂ ഫ്രൂട്ട് മീൻസ് ഫ്രൂട്ട് ഡെവലപ്പ് ഓൺലി ഫ്രം ഓവറി. ഓവറിയിൽ നിന്ന് മാത്രം ഡെവലപ്പ് ചെയ്തതാണ് ട്രൂ ഫ്രൂട്ട്. എന്നാൽ അതർ ദെൻ ഓവറിയാണ് ഫാൾസ് ഫ്രൂട്ട്. ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം അതർ ദെൻ ഓവറി. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് 1 ആപ്പിളുണ്ട്, 2 പിയർ. ആപ്പിളും പിയറൊക്കെ ആ ടൈപ്പാണ്. അതേപോലെ സ്ട്രോബെറി. ഇതിലൊക്കെ തലാമസ് ആണ് മോഡിഫൈ ചെയ്തത്. സോ ആൻസർ ഈസ് തലാമസ്. യു നോ ദ ഫ്രൂട്ട് വാൾ ഈസ് കോൾഡ് പെരികാർപ്പ്. ഫ്രൂട്ട് വാളിനെ പെരികാർപ്പ് എന്ന് പറയും. ആ പെരികാർപ്പിൻ്റെ 3 ലെയേഴ്സാണ് എപ്പികാർപ്പ്, മിസോകാർപ്പ്, എൻഡോകാർപ്പ്. ഓക്കെ, then 101.
അറ്റ്മോസ്ഫിയർ ഓർ ഹൈഡ്രോസ്ഫിയർ ഈസ് ദ റിസർവോയർ ഫോർ. ഇത് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഒരു അഡീഷണൽ പാർട്ടാണ്. നീറ്റ് സിലബസിലുണ്ട്, ഓർമ്മിച്ചോളൂ. അറ്റ്മോസ്ഫിയർ ഓർ ഹൈഡ്രോസ്ഫിയർ ഈസ് ദ റിസർവോയർ ഫോർ ഗ്യാഷ്യസ് ടൈപ്പ് ഓഫ് സൈക്കിളാണ്. അത് ഗ്യാഷ്യസാ. നിങ്ങൾ ന്യൂട്രിയൻ്റ് സൈക്കിൾ പഠിച്ചു. അവിടെ 2 ടൈപ്പുണ്ട്. ഒന്ന് ഗ്യാഷ്യസ് ആയ സൈക്കിളുണ്ട്, മറ്റൊന്ന് സെഡിമെൻ്ററി ആയ സൈക്കിളുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഗ്യാഷ്യസ് ആയ സൈക്കിളാണ്. എക്സാമ്പിൾ, ഗ്യാഷ്യസിന് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നു, കാർബൺ ആണ്. ഗ്യാഷ്യസിന് എക്സാമ്പിളായിട്ട് പറയുന്നു കാർബൺ സൈക്കിൾ. എർത്ത് ക്രസ്റ്റ് ഈസ് ദ റിസർവോയർ ഫോർ സെഡിമെൻ്ററി സൈക്കിൾ and the example is phosphorus. So your answer is 4. നാലാമത്തതാണ് ഇതിൻ്റെ ആൻസർ. 101ൻ്റെത് ഓർക്കുക. 102. ഇത് മാച്ച് ദ ഫോളോയിങ് എ ആൻഡ് ബി അല്ലെങ്കിൽ 1 and 2. നമ്പർ 1 ഒന്ന് ബുള്ളിഫോം സെൽസ് ആണ്. എന്താണ് ബുള്ളിഫോം സെൽ? നിങ്ങൾ പഠിച്ചു അനാട്ടമിയിൽ, +1 അനാട്ടമിയിൽ ലാസ്റ്റ് പാർട്ടിൽ ലീഫ് പഠിക്കുന്നു, ഡൈക്കോട്ട്, മോണോക്കോട്ട്. അതിനുശേഷം നിങ്ങൾ പഠിക്കുന്നതാണ് ബുള്ളിഫോം സെൽസ്. എന്താണ് ബുള്ളിഫോം സെൽസ്? ദീസ് ആർ ലാർജ് ബലൂൺ ലൈക്ക് കളർലെസ് എംപ്റ്റി സെൽസ് ആണ് ബുള്ളിഫോം സെൽസ്. അതെവിടെ കാണുന്നു? അഡാക്സിയൽ സൈഡിൽ എലോങ് ദ വിൻസിലാണ് കാണപ്പെടുന്നു. ഇതിന് വേറൊരു പേരുണ്ട്, മോട്ടോർ സെൽസ് എന്ന് പറയും. ബുള്ളിഫോം സെൽസ് ഈസ് ആൾസോ കോൾഡ് മോട്ടോർ സെൽസ്. യുനോ എന്താണ് ബുള്ളിഫോം സെൽസിൻ്റെ ഫങ്ഷൻ? ഇതെല്ലാത്തിലുള്ള മെയിൻലി ഗ്രാമിനെ ഫാമിലിയിൽ ഗ്രാസസിലൊക്കെ കാണപ്പെടാറുണ്ട്. നിങ്ങൾ പഠിച്ചു സെല്ല് ടർജിഡ് ആവുക. എപ്പോഴാണ് ടർജിഡ് ആവുക? എൻഡോസ്മോസിസ് നടന്ന് ഈ സെല്ലിനുള്ളിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ ഈ സെല്ലെന്തായി? ടർജിഡ് ആവും, എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. അങ്ങനെ വികസിച്ചു കഴിഞ്ഞാൽ ഇലകളിങ്ങനെ നോർമൽ സൈസിൽ, അതായത് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കും, നിവർന്ന് നിൽക്കും. എന്നാൽ ലോസ് ഓഫ് ടർജിഡിറ്റി ലീഡ്സ് ഇൻറ്റു, ടർജിഡിറ്റി നഷ്ടപ്പെട്ടാൽ സെല്ല് നേരെ എന്തായി മാറി? ഫ്ലാക്സിഡായി മാറി. ദാറ്റ് മീൻസ് നോർമൽ സൈസിലേക്ക്, കണ്ടീഷനിലേക്ക് എത്തി, ഫ്ലാക്സിഡായി. അങ്ങനെ ഫ്ലാക്സിഡായി കഴിഞ്ഞാൽ ആ ലീഫ് ടർജിഡിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഫ്ലാക്സിഡ് ആയത്. ലീഫിൽ വെള്ളം കുറവാണ്. അപ്പോൾ ആ ലീഫ് ഇൻവേർഡ് കേളിങ്, അതൊരിക്കൽ നമ്മുടെ എൻട്രൻസിൽ വെച്ചതാണ്. ഇൻവേർഡ് കേളിങ്, ഉള്ളിലേക്ക് അതിങ്ങനെ പായ മടക്കിയതുപോലെ മടക്കിയിരിക്കും. കുട്ടികളെ ഓർമ്മിച്ചോളൂ. അപ്പോൾ ബുള്ളിഫോം സെല്ലാണ്. ആരായിരുന്നു? ബുള്ളിഫോം സെല്ലാണ്. സോ റോളിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ലീവ്സ്. അപ്പോൾ എക്ക് നമുക്ക് 3 ആൻസർ പറയാം. ദെൻ ഗ്വാഡ് സെൽസ്. ഗ്വാഡ് സെൽസ് ആണ്. എന്താണ് ഗ്വാഡ് സെൽസിൻ്റെ ഡ്യൂട്ടി? ഗ്വാഡ് സെൽസ് റെഗുലേറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. മീൻസ് നിങ്ങൾക്കറിയാം സ്റ്റൊമാറ്റ ഫോം ചെയ്തിരിക്കുന്നത് എ പെയർ ഓഫ് ഗ്വാഡ് സെൽസാ. അത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആയ ഓപ്പണിംഗ് ആണ് ഗ്വാഡ് സെൽസ്. ത്രൂ ദ സ്റ്റൊമാറ്റ നോട്ട് ഓൺലി ദ ലോസ് ഓഫ് വാട്ടർ ബട്ട് ആൾസോ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ചും അവിടെ നടക്കുന്നുണ്ട്. സോ ആൻസർ അതാണ്. ദെൻ ലെൻറ്റിസൽ എയറേറ്റിംഗ് പോർസ് ഇൻ ദി ബാർക്ക് ഓഫ് പ്ലാന്റ്. എന്താണ് ബാർക്ക്? നമുക്കറിയാം അനാട്ടമിയിൽ സെക്കൻഡറി ഗ്രോത്തിൻ്റെ ലാസ്റ്റ്, സെക്കൻഡറി ഗ്രോത്ത് നടന്ന് അതിൻ്റെ ബാർക്കിലുണ്ടാവുന്ന പെർമനൻ്റായ ഓപ്പണിംഗ് പോറാണ് ആര്? ഈസ് കോൾഡ് ലെൻറ്റിസൽ. അതുവഴി വളരെ റെയറായിട്ട് ട്രാൻസ്പിറേഷൻ നടക്കും. അതിനെ ലെൻറ്റിക്കുലാർ ട്രാൻസ്പിറേഷൻ എന്ന് പറയും. 4 സബ്സിഡയറി സെൽസ, ആൾസോ കോൾഡ് ആക്സസറി സെൽസ്. മീൻസ് ദിസ് ഗ്വാഡ് സെൽ ക്യാൻ ബി സറൗണ്ടഡ് ബൈ 2 or more ആക്സസറി ഓർ സബ്സിഡയറി സെൽസ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? നമ്പർ 1 ആണ്. ഫസ്റ്റ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. 3. ദി സിസ്റ്റർനെ ഇൻ ഗോൾഗി കോംപ്ലക്സ് ഹാവ് സിസ് ഫേസ് ആൻഡ് ട്രാൻസ്ഫേസ്. കറക്റ്റാണ്. ഗോൾഗിയിലുള്ള സിസ്റ്ററിനെ നമുക്കറിയാം
ഇങ്ങനെ പ്ലേറ്റ് പോലെയുള്ള ഈ സിസ്റ്റർനയിൽ ആരൊക്കെയുണ്ട്? സിസ് ഫേസ് ഉണ്ട്, അതേപോലെ ട്രാൻസ് ഫേസ് ഉണ്ട്. സിസ് ആൻഡ് ട്രാൻസ് ഫേസ് പ്രസൻറ്റ്. യെസ്, സിസ് ആൻഡ് ട്രാൻസ് ഫേസ് ഇവിടെ പ്രസൻ്റ് ആണ്. ആർക്ക്? നമ്മുടെ ഗോൾജി സിസ്റ്ററിനെ. സ്റ്റേറ്റ്മെൻറ്റ് 2, സിസ് ഫേസ് ഈസ് കോൾഡ് മെച്ചുറിങ് ആൻഡ് ട്രാൻസ് ഈസ് കോൾഡ് ഫോമിങ്. അല്ല, ഇതാണ് ഇതിൻ്റെ സിസ്, ഇതാണ് സിസ് ഫേസ്, ഇതാണ് ട്രാൻസ് ഫേസ്. സിസ്സിനെ നമുക്ക് ഫോമിങ് ഫേസ് എന്ന് പറയും. സിസ്സിൻ്റെ വേറൊരു പേര് ഫോമിങ് എന്നാണ്. ഇത് ഫോമിങ് ഫേസ് ആണ്. ട്രാൻസിനെ നമുക്ക് മെച്ചുറിങ് ഫേസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആണ് ആൻഡ് സെക്കൻഡ് ഈസ് റോങ് ആണ്. സോ ആൻസർ ഈസ് 2. അതുകൊണ്ട് ആൻസർ ഏതാണ്? സെക്കൻഡ് ആണ്. സിമ്പിൾ. എ സെൽ വിച്ച് ഈസ് വെരി ആക്റ്റീവ് ഇൻ ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് പ്രോട്ടീൻസ് വുഡ് ബി എക്സ്പെക്റ്റഡ് ടു. അതായത് സെല്ല്, ആ സെല്ലിൻ്റെ ഫങ്ഷനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്തുള്ള കണ്ടൻസിനെ അനുസരിച്ചാണ്. അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഓർഗനല്ലേനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രോട്ടീൻ സിന്തസിസാ. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസുമായി ബന്ധമുള്ളത് ആരാണ് എന്ന് ഓർമ്മിക്കുക. ഇവിടെ കൊടുത്തു RERും SCRും. എന്താണ് RER? റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ദാറ്റ് മീൻസ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അറ്റാച്ച്ഡ് റൈബോസോമാണ് RER. അതില്ലാത്തതാണ് SER. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ നമുക്ക് പറയാം മോർ RER ദെൻ SER. RERൻ്റെ അളവ് കൂടുമ്പോഴാണ് പ്രോട്ടീൻ സിന്തസിസിൻ്റെ അളവ് കൂടുന്നു. ആൻഡ് സെക്രീഷൻ ദെൻ SER. SERനേക്കാൾ ആര് കൂടണം? RER കൂടണം. SERൻ്റെ ഡ്യൂട്ടി സെക്രീഷനാണ്. സോ ആൻസർ ഈസ് 3. ദെൻ 5. ഓംനിസ് സെല്ലുല ഈ സെല്ലുല ഇൻ ന്യൂ സെൽസ് അറൈസസ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. നിങ്ങൾ പഠിച്ചു 8ാമത്തെ ചാപ്റ്റർ സെൽ ആസ് ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിങ്ങൾ പഠിക്കുന്നു. സെൽ തിയറി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു ആരൊക്കെ? നമ്മുടെ ബൊട്ടാണിസ്റ്റും സുവോളജിസ്റ്റും കൂടെ, ഷ്വാനും ഷ്ലീഡനും കൂടെ ചേർന്ന് സെൽ ഹൈപ്പോതസിസും തിയറിയൊക്കെ ഉണ്ടാക്കി. പക്ഷേ ദേ ഡു നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ന്യൂ സെൽ അറൈസസ്. ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ന്യൂ സെൽ അറൈസിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് വൺ. അതാണ് ഓംനിസ് സെല്ലുല ഈ സെല്ലുല. സോ ആൻസർ ഈസ് 2. റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് ആണ് കണ്ടെത്തിയത്. റോബർട്ട് ഹുക്ക് സെല്ല് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തു. ഓക്കെ, അത് നോൺ ലിവിങ് എന്ന് മാത്രം. പക്ഷേ ഫസ്റ്റ് ഡിസ്കവേർഡ് ആരായിരുന്നു? റോബർട്ട് ഹുക്കാണ്. ദെൻ 106. ഇത് മാച്ച് ദ കോളം 1 and 2. ഇത് മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ 10ാമത്തെ ചാപ്റ്ററായ മിയോസിസിലാണ്. എപ്പോഴും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും, എപ്പോഴും. പ്രത്യേകിച്ച് മിയോസിസ് 1ൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാം. കഴിഞ്ഞ മെയ് 3ൻ്റെ എക്സാമിനും വന്നു. ഇതാ വരുന്നു 106, നമ്മുടെ 106ാമത്തെ ക്വസ്റ്റ്യൻ. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ട്, റീകോമ്പിനേഷൻ നൊഡ്യൂളുണ്ട്, ടെർമിനേഷൻ കയാസ്മയുണ്ട്, ഫോർമേഷൻ ഓഫ് ഡയോഡ്. സോ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് നോക്കൂ. ആ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഏതിലാണ്? സൈഗോട്ടിനില. യു ഹാവ് സ്റ്റഡീഡ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് ഈസ് ലോങ്, മോർ കോംപ്ലക്സ് ആസ് കമ്പയർഡ് വിത്ത് ദി പ്രോഫേസ് ഓഫ് മൈറ്റോസിസ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ NCERTയിലുണ്ട്. ഇറ്റ് ഇസ് സബ് ഡിവൈഡഡ്. ഓർമ്മിക്കുക, ഡിവൈഡഡ് അല്ല, സബ് ഡിവൈഡഡ് ഇൻറ്റു ഹൗ മെനി? 5 സ്റ്റേജസ് ബേസ്ഡ് ഓൺ ദി ബിഹേവിയർ ഓഫ് ക്രോമസോം. നമ്മളെല്ലാം അത് പഠിച്ചിട്ടുണ്ട്. ക്രോമസോമിൻ്റെ ബിഹേവിയർ അനുസരിച്ചാണ്. ഓക്കെ, 5 ബേസ്ഡ് ഓൺ ദ ബിഹേവിയർ ഓഫ് ക്രോമസോം. അതിലൊന്നാണ് ലെപ്റ്റോട്ടീൻ. ആ ലെപ്റ്റോട്ടീനിലാണ് നമ്മുടെ ഏത് ഫോം ചെയ്യുന്നു? ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് സൈഗോട്ടീൻ. സൈഗോട്ടീനിലാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. റീകോമ്പിനേഷൻ നൊഡ്യൂൾ
സൈഗോട്ടിൻ കഴിഞ്ഞാൽ പാക്കിറ്റീനില, അവിടെയാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നു. കയാസ്മൻ്റെ സ്റ്റാർട്ടിങ് അവിടെയാണ്. റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഉള്ളത് അതും എവിടെയാണ്? നമ്മുടെ പാക്കിറ്റീനില. ദെൻ ടെർമിനലൈസേഷൻ, എവിടെയാണ് ടെർമിനലൈസേഷൻ? അത് നടക്കുന്നത് ഡയാകൈനസിസിലാണ്. എന്തുവാ ടെർമിനലൈസേഷൻ? ക്രോസിംഗ് ഓവർ നടന്നിരിക്കുന്ന എക്സ് ഷേപ്പ് ഉണ്ടല്ലോ, ആ കയാസ്മയുടെ ടെർമിനലൈസേഷൻ നടക്കുന്നു. ആൻഡ് ഫോർമേഷൻ ഓഫ് ഡയാഡ്, അത് ഏതിലായിരുന്നു? ടെലോഫേസ് 1. സോ 106. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? 1 ആണ്, ഓപ്ഷൻ 1. ദെൻ ഡിസ്ജങ്ഷൻ റെഫേഴ്സ് ടു, ഇത് നോക്കൂ, ഈ 106 വളരെ കണക്റ്റീവായ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടെർമിനലൈസേഷൻ നടക്കും, അത് കഴിഞ്ഞാൽ ആ കയാസ്മ അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്തു പോവും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. പക്ഷേ ഡിസ്ജങ്ഷൻ റെഫേഴ്സ് ടു സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് അറ്റ് അനാഫേസ് 1. അനാഫേസ് 1 വെച്ചിട്ട് നമ്മുടെ ആ ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലമെല്ലാം ഡൈല്യൂട്ട് ചെയ്തു പോവും. അതാണ് സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ. ഇതാണ് നോർമലി വേണ്ടത്. പക്ഷേ ചില സെൽസിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, അതിനെ പറയുന്നു നോൺ ഡിസ്ജങ്ഷന. നിങ്ങൾ പഠിച്ചു ജെനറ്റിക്സിൽ പ്ലോയിഡ് ക്രോമസോമിൻ്റെ എണ്ണം ഇങ്ങനെ ചേഞ്ച് ചെയ്യാറുണ്ട്. നമ്മുടെ ഡൗൺ സിൻഡ്രോം ആയാലും അതേപോലെ നമ്മുടെ സിൻഡ്രോംസ് അല്ലെങ്കിൽ പല ഡിസീസ് നമ്മൾ പഠിച്ചു. പ്ലോയിഡിയുമായി ബന്ധപ്പെട്ട പല ഡിസീസ്, ഹൈപ്പോപ്ലോയിഡി, ഹൈപ്പർപ്ലോയിഡി ഓർക്കുന്നുണ്ട്. അതിനൊക്കെ അടിസ്ഥാനം ക്രോമസോമിൻ്റെ നമ്പറിൽ വരുന്ന ചേഞ്ചസാണ്. അത് മിക്കവാറും കാരണം ഏതാണ്? നോൺ ഡിസ്ജങ്ഷനാണ്. ഇത് നോൺ അല്ല, ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോമാണ്. എന്താണ് ഹോമോലോഗസ് ക്രോമസോം? ഒരു ഹോമോലോഗസ് ക്രോമസോമിൽ എത്ര ക്രോമസോം ഉണ്ട്, എത്ര ക്രൊമാറ്റിഡ് ഉണ്ട്, എത്ര ആംസ് ഉണ്ട്, എത്ര സെൻട്രോമിയർ ഉണ്ട്, എല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ ഒരു പെയറാണ്, അതായത് 2 ക്രോമസോമാണ് അവിടെ ഉള്ളത്. ഒരു ഹോമോലോഗസ് ക്രോമസോമിൽ എത്രയുള്ളത്? 2 ക്രോമസോമാണുള്ളത്. അപ്പം 4 ക്രൊമാറ്റിഡുകൾ അവിടെ ഉണ്ട്, 8 ആംസ് അവിടെ ഉണ്ടായിരിക്കും, 2 സെൻട്രോമിയർ അവിടെ ഉണ്ട്, 4 കൈനറ്റോകോർ അവിടെ ഉണ്ട്. അതൊക്കെ വളരെ പോസിബിളായ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്, ഓർക്കൂ. ദെൻ 108. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഓഫ് കാൽവിൻ സൈക്കിൾ. C3 സൈക്കിളിനെ നമുക്ക് കാൽവിൻ സൈക്കിൾ എന്ന് പറയാം. C3 സൈക്കിളാണ് കാൽവിൻ സൈക്കിൾ. ക്ലോറല്ല എന്ന ഗ്രീൻ ആൽഗയിൽ കാൽവിൻ കാർബൺ ഫിക്സേഷൻ്റെ എക്സ്പെരിമെൻ്റ് നടത്തി. ഫോട്ടോസിന്തസിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്, നമ്മൾ പഠിച്ചു ഡാർക്ക് ഫേസ് എന്നാണ് പറയുന്നു. ഡാർക്ക് ഫേസ് ആണ്, അതാണ് കാർബൺ ഫിക്സേഷൻ. കാൽവിനാണ് ഫസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ആ പ്രോസസ്സിൽ കാൽവിന് 1961 നൊബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നു. 1961. അവിടെയുള്ള കറക്റ്റ് സീക്വൻസ് സ്റ്റേജസ് ഏതൊക്കെ നോക്കാം. 1, ഫസ്റ്റ് നടക്കുക കാർബോക്സിലേഷനാണ്. 5 കാർബൺ RuBpa കമ്പൈൻസ് വിത്ത് കാർബൺ ഡയോക്സൈഡ് ടു ഫോം ഇൻ്റർമീഡിയറ്റ്. അതാണ് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം. മോസ്റ്റ് അബണ്ടൻ്റ് എൻസൈം ഇൻ ദ നാച്ചർ. മോസ്റ്റ് അബണ്ടൻ്റ് പ്രോട്ടീൻ 16%. 1 കാർബോക്സിലേഷനാണ്, 2 റിഡക്ഷനാണ്. അത് പിന്നീട് BGA മാറി, BGAL മാറി, ആസിഡ് ആൽഡിഹൈഡായി റെഡ്യൂസ് ചെയ്യുന്നു, അതാണ് റിഡക്ഷൻ. എന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവും. 3 റീജനറേഷനാ, റിമെയിനിങ്. ബാക്കി വരുന്ന PGAL റീജനറേറ്റ് ചെയ്യുന്നു RuBp ആയിട്ട് വിത്ത് ദ യൂസ് ഓഫ് ATP. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? 3 ആണ്. നിങ്ങൾക്കറിയാം, ഫിക്സേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഫോസ്ഫോറിലേഷനും റിഡക്ഷനുമുണ്ട്. അവിടെ ATPയും NADPH ഉപയോഗിക്കും. റീജനറേഷനും ATP ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം. അത് വെച്ചാണ് നമ്മളവിടെ നമ്പർ ഓഫ് ATP മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ,
109, who demonstrated that green plants purify the foul air produced by breathing animals and burning candles എന്ന നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ 13. ആ ഫോട്ടോസിന്തസിസ് വളരെ ക്ലിയർ ആയിട്ട് സെക്കൻഡ് പേജിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ പ്രീസ്റ്റിലിയാണ്, ജോസഫ് പ്രീസ്റ്റിലിയാണ് ആ എക്സ്പെരിമെൻ്റ് നടത്തിയത്. അതാണ് ബെൽജാർ എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബെൽജാർ എക്സ്പെരിമെൻ്റ് ആണ്. അതാണ് ഒരു ഹൈപ്പോതിസിസ് ആണ്. ആര് കണ്ടക്ട് ചെയ്തു? പ്രീസ്റ്റിലി. പ്ലാന്റ്സ് പ്യൂരിഫൈ ദി എയർ, വാട്ട് എവർ ബ്രീത്തിങ് അനിമൽസ് ഓർ ബേണിംഗ് കാൻഡിൽസ് റിമൂവ് എന്ന് കാണാം നമുക്ക് NCERT-യിൽ. അതാണ് ഈ ക്വസ്റ്റ്യൻ. ജാൻ ഇഞ്ചൻഹോസ് അതേ എക്സ്പെരിമെൻ്റ് ആണ്. പക്ഷേ അദ്ദേഹം ലൈറ്റ് ഈസ് എസെൻഷ്യൽ എന്ന് കണ്ടെത്തി. ലൈറ്റ് എന്താണ്? വളരെ എസെൻഷ്യൽ ആണ് എന്ന് കണ്ടെത്തി. അതാണ് പോയിന്റ്. ദെൻ ജൂലിയസ് വോൺ സാക്സ്, ഗ്ലൂക്കോസ് ഈസ് ദ പ്രൊഡക്റ്റ് സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഇംഗൽമാൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സെക്കൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഐഡൻറ്റിഫൈ XYZ given diagram representing the steps of citric acid cycle എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രബ്സ് സൈക്കിളാണ്. എല്ലാവർക്കും അറിയാം, പരീക്ഷയിൽ വളരെ പോസിബിളാണ്. ക്രബ്സ് സൈക്കിൾ, TCA ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. കാരണം ഇവിടുത്തെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 കാർബോക്സിലിക് അടങ്ങിയ സിട്രിക് ആസിഡ് ആണ്. ആരായിരുന്നു? സിട്രിക് ആസിഡ്. അതുകൊണ്ടാണ് TCA എന്ന് പറയുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നു XYZ. എന്ത്? എക്സ് എന്ന് പറയുന്നത് ഈ ഡയഗ്രത്തിൽ ഇതാണ് എക്സ്, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് സെഡ് ആണ്. ഈ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് എന്താ? എനർജി റിലീസിംഗ് ആണ്, എനർജി പ്രൊഡക്ഷനാണ്. ATPയുടെ മാട്രിക്സിൽ വെച്ച് നടക്കുന്ന റിയാക്ഷൻസ് ആണിത്. ATPയില്ല, സോറി ഒന്ന് കട്ട് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞത് 110. ATP എന്ന് പറഞ്ഞത് മാറ്റി പറയാൻ പോവാണ്. യെസ്, ഈ റിയാക്ഷൻ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ വെച്ചാണ്. അവിടെയാണ് ATP പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പം ഇതിൽ എക്സ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്നറിയോ? NADH ആണ്. ഇവിടെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? NADH ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് NADH2. വൈ എന്ന സ്ഥലത്ത് ആരാ? FADH2. ഒരൊറ്റ FADH2 നമുക്കുള്ളൂ. ആൻഡ് ആൾസോ 1 ഒരു GTPയും. സോ നമ്മുടെ ആൻസർ ഏതാണ്? 3. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 ആണ്. ഒരു ക്രബ്സ് സൈക്കിളിൽ നമുക്കറിയാം ഹൗ മെനി? 3 NADH2 ഫോം ചെയ്യുന്നു, ഒരു FADH2 ഫോം ചെയ്യുന്നു, ഒരു GTP ഫോം ചെയ്യുന്നു. എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ടോട്ടൽ ATP പ്രൊഡക്ഷൻ പറയാറുണ്ട്. യെസ്, ടോട്ടൽ എത്രയായിരുന്നു? 12. ഒരു സൈക്കിളിൽ 12 ATP പ്രൊഡ്യൂസ് ചെയ്യും ഫൈനലി. അല്ലാതെ എന്തല്ല, ഒരു പൈറൂവിക് ആസിഡ് അല്ല. അങ്ങനെ വരുമ്പോൾ മുകളിലെ ഇവിടെയുള്ള 3 കൂടെ ചേർക്കണം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 ആണ്. ഞാനിതിൻ്റെ ATPയുടെ നമ്പറും കൂടെ കാൽക്കുലേറ്റ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഒന്ന് ഡയലൈറ്റ് ചെയ്ത് പഠിക്കണം. ആർക്കി ഓഫ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഓർഗാനിക് ആസിഡ് നമുക്കറിയാം. റെസ്പിറേറ്ററി കോഷ്യൻ്റ് ആണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവും ഉപയോഗിച്ച കാർബൺ ഡയോക്സൈഡ് അല്ല, റിലീസ് ചെയ്ത കാർബൺ ഡയോക്സൈഡാ. എക്സാമിന് അങ്ങനെ ചോദിക്കും. റിലീസ് ചെയ്ത ഓക്സിജൻ അല്ല, യൂട്ടിലൈസ് ചെയ്ത ഓക്സിജനാ. അതിൻ്റെ റേഷ്യോനെയാണ് എന്ത് പറയുക? RQ എന്ന് പറയുന്നു. വാട്ട് അബൌട്ട് ദ RQ ഓഫ് പ്രോട്ടീൻസ്? പ്രോട്ടീൻസിൻ്റെ RQ <1 ആണ്, 1 കുറവാണ്. കാർബോഹൈഡ്രേറ്റ് 1 ആണ്, ഫാറ്റ് 1 കുറവാ. ആ ഫാറ്റിനാണ്
നമ്മൾ NCERT പറയുന്നു ട്രിപ്പാൽമിറ്റിൻ. ട്രിപ്പാൽമിറ്റിനാ. ആ ട്രിപ്പാൽമിറ്റിനിൽ 145ഓളം ഓക്സിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് 102 കിട്ടിയുള്ളൂ. 0.7 അവിടെ വന്നിരിക്കുന്നത് ട്രിപ്പാൽമിറ്റിന്. ഓക്കെ. പിന്നുള്ളത് ഓർഗാനിക് ആസിഡിനാ. ആസിഡിൻ്റെ RQ 1 കൂടുതലാണ്. ആസിഡിൻ്റെ RQ 1 കൂടുതലാണ്. സോ RQ ഓഫ് പ്രോട്ടീൻ <1 ആണ്. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 1. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണിത്. ഇതേ പാറ്റേണിലാണ് ചോദിച്ചത്. വളരെ ശ്രദ്ധിക്കുക. നമ്മളതിൻ്റെ സയൻസൊക്കെ ചേർത്താണ്, അല്ലാതെ 1 <1 എന്നല്ല. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു. വളരെ ശ്രദ്ധിക്കുക. ഓക്സിൻ ആൻഡ് സൈറ്റോകിനിൻ ആർ അന്റഗോണിസ്റ്റിക് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻ? നിങ്ങൾ പഠിച്ചു ഫൈറ്റോ ഹോർമോൺസ് 5 ടൈപ്പ് ഉണ്ട്. അതിൽ 3 ടൈപ്പ് പ്രൊമോട്ടിംഗ് ആണ്, 2 ടൈപ്പ് ഇൻഹിബിറ്ററി ആണ്. ഓക്സിനും സൈറ്റോകിനിനും ജിബറലിൻസും പ്രൊമോട്ടിംഗ് ആണ്. ABAയും അതേപോലെ എത്തിലിനും ഇൻഹിബിറ്ററിയാണ്, സ്ട്രെസ്സാണ്. ഇതിൽ ഓക്സിനും സൈറ്റോകിനിനുമാണ് മിക്കവാറും അന്റഗോണിസ്റ്റിക് ഉണ്ട് ചില കാര്യങ്ങൾക്ക്. അതിൽ ബെസ്റ്റാണ് അപ്പിക്കൽ ഡോമിനൻസ്. അതായത് ഓക്സിൻ അപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യും ഓക്സിൻ. എന്നാൽ നമ്മുടെ സൈറ്റോകിനിൻ അതിനെന്ത് ചെയ്യുന്നു? ആ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു സൈറ്റോകിനിൻ. ഓക്കെ. സോ ആൻസർ ഈസ് 3. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് പ്ലേ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ സീഡ് ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ ആൻഡ് ഡോർമൻസി? ആൻസർ ABA, ആബ്സസിക് ആസിഡ് ആണ്. C2H4 എന്ന് പറയുന്നത് എത്തിനിലാണ്. എത്തിലിൻ. ആ എത്തിലിൻ ഗ്യാഷ്യസ് ആയ ഹോർമോണാണ്. പ്രത്യേകിച്ച് ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അതല്ല. IAA അത് ഓക്സിനാണ്. ഇൻഡോൾ 3 ഡെറിവേറ്റീവാണ്. ഇൻഡോൾ ഡെറിവേറ്റീവാണ്. അതല്ല ആൻസർ. GA3 ജിബറല്ലിക് ആണ്. സോ നമ്മുടെ ആൻസർ അതാണ് 2. Even in absence of pollinating agent, seed setting assured. +2ൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. +2ൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ 16ാമത്തെ പേജിൽ വളരെ കൃത്യമായിട്ട് അത് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഓട്ടോഗമി പഠിച്ചു, സെൽഫ് പോളിനേഷൻ പഠിച്ചു. ആ പാർട്ടിൽ നിങ്ങൾ കാണുന്നു 3 പ്ലാന്റ്സിൻ്റെ പേര് കൊടുത്തു. ഏതൊക്കെയാ 3 പ്ലാന്റ്സ്? 1 വിയോള, 2 കൊമല്ലിന, 3 ഓക്സാലിസ്. കൊമല്ലിനയുടെ വേറൊരു പേരാണ്, വിയോളയുടെ വേറൊരു പേരായിരുന്നു കോമൺ പാൻസി എന്ന് പറയും. ഇത് മാത്രമായിട്ട് ഓൾ ഇന്ത്യക്കൊക്കെ ചോദിച്ചിരുന്നു. ഓർക്കുക, നീറ്റിന് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം. ഈ 3 പ്ലാന്റ്സും 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയായിരുന്നു? 1 കാസ്മോഗ്യാമസ്, 2 ക്ലീസ്റ്റോഗ്യാമസ്. യെസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? ചാസ്മോഗ്യാമസ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ വിച്ച് ഈസ് സിമിലർ ടു ഫ്ലവേഴ്സ് ഓഫ് അതർ സ്പീഷീസ് വിത്ത് എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. വളരെ സിമ്പിളായി പറഞ്ഞാൽ വിടരുന്ന പൂക്കളാണ് ചാസ്മോഗ്യാമസ്. ചെമ്പരത്തി പോലെ, തെച്ചി പോലെ, മുല്ല പോലെ, റോസാപ്പൂ പോലെ അത് വിടരുന്നു. അതിൻ്റെ ആന്തരസ്റ്റിഗ്മയും എക്സ്പോസ്ഡ് ആണ് പോളിനേഷന് വേണ്ടിയിട്ട്. അതാണ് ചാസ്മോഗ്യാമസ്. ക്ലീസ്റ്റോഗ്യാമസ് നെവർ ഓപ്പൺ അറ്റ് ഓൾ. ഒരിക്കലും വിടരാത്ത പൂവാണ് ക്ലീസ്റ്റോഗ്യാമസ്. എപ്പോഴും അത് ബഡ് പോലെ കാണപ്പെടും. ശരിയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിൽ അങ്ങനെയും പൂക്കളുണ്ട്. നിങ്ങളുടെ NCERT കാണാം, ആ ഡയഗ്രത്തിൻ്റെ അടിഭാഗത്ത് മണ്ണിനോട് ചേർന്നാണ് ക്ലീസ്റ്റോഗ്യാമസ് ലേബൽ ചെയ്തിരിക്കുന്നത്. മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ആ ക്ലീസ്റ്റോഗ്യാമസ് ആയ ഫ്ലവർ ഇതാ ഏതാണ്ട് ഈ പരുവത്തിലുണ്ടാകും. ഇതിനുള്ളിലാണ് ആരൊക്കെയുള്ളത്? നമ്മുടെ സ്റ്റേമൻസ് ഇതിനകത്ത് കാണപ്പെടുന്നു. ആൻഡ് ആൾസോ ആരുണ്ട്? ഗൈനീഷ്യമുണ്ട്.
അപ്പോൾ ഇവിടെയുള്ള സ്റ്റേമെൻസിലെ നമ്മുടെ സ്പേംസ് നമ്മുടെ പോളന് പുറത്തു പോകാൻ പറ്റില്ല, വെളിയിൽ നിന്ന് വരാൻ കഴിയില്ല. 100% ഇങ്ങനെയാ പറയാ, ഫുൾ 100%വും സെൽഫ് പോളിനേഷൻ ഇതിൽ മാത്രമേ ഉള്ളൂ. ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് പോളിനേറ്റിംഗ് ഏജന്റ് സീഡ് സെറ്റിംഗ് അഷോർഡ്. ആരും വേണ്ട, നോബഡി. കാരണം ഒരേ ഒരു ഫ്ലവറിനുള്ളിലാ. സോ ആൻസർ ഈസ് ഏജന്റ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? കമല്ലിന. എന്താണ് സോസ്റ്റിറ? സീ ഗ്രാസ് അല്ലെങ്കിൽ മറൈൻ ഗ്രാസ് എന്ന് പറയും. ഇവിടെ ഹൈഡ്രോഫിലിയാണ്, വാട്ടറാണ് ഏജന്റ്. സാൽവിയ, അവിടെ ഏജന്റ് ഇൻസെക്റ്റ് ആണ്. ദെൻ ഫിഗില് വാസ്പാണ്. ഫിഗിലാരാണ്? വാസ്പാണ്. വാസ്പാണ് ഫിഗിന്റെ ഏജന്റ്. ആ ഫിഗും വാസ്പും അത് നമ്മുടെ കഴിഞ്ഞ നീറ്റ് എക്സാമിന് വളരെ കൃത്യമായിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? 1 ഒന്നാണ് ആൻസർ. യെസ്. 15 ദി ബോഡി ഓഫ് ഒവ്യൂൾ. The body of ovule is fused with the funicle at a point. ഇതും പ്ലസ് ടുവിൻ്റെ ചാപ്റ്റർ തന്നെ അല്ലേ? വളരെ സിമ്പിൾ. ഏതായിരുന്നു ആൻസർ? ഈസ് കോൾഡ് ഹൈലം. ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ഒവ്യൂൾ. എന്താണ് ഇൻറ്റഗ്മെൻ്റ് അറിയാ? ഒവ്യൂൾ ഈസ് പ്രൊട്ടക്റ്റഡ് വിത്ത് 1 or 2 ലെയേഴ്സ്. അതാണ് ഇൻറ്റഗ്മെൻ്റ്. ഔട്ടർ ഇൻറ്റഗ്മെൻ്റ്, ഇന്നർ ഇൻറ്റഗ്മെൻ്റ്. ഔട്ടർ ഉള്ളത് ടെസ്റ്റയായിട്ടും ഇന്നർ ടെഗുമെനായിട്ടും മാറുന്നു, അറിയാം. മൈക്രോപൈൽ ഓപ്പണിംഗ് ഓഫ് ഒവ്യൂൾ, ഓപ്പണിംഗ് ഓഫ് സീഡും ആണത്. ദെൻ ചലാസ ബേസൽ പാർട്ട് ഓഫ് ഒവ്യൂൾ. ഓവറി അല്ല, ശ്രദ്ധിക്കണം. ഒവ്യൂളിൻ്റെ ബേസൽ പാർട്ടാണ് ആര്? ചലാസ. സോ ആൻസർ ഈസ് 2. ദെൻ 16 ടെസ്റ്റോക്രോസ് ഈസ് used to determine an unknown genotype with 1 breeding generation. കറക്റ്റാ? കറക്റ്റ് അല്ലേ? ടെസ്റ്റോറോസ് അതാ നമുക്ക് കിട്ടിയ ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു? F1-നെ നമ്മുടെ റെസസീവ് പാരൻ്റ് ആയിട്ട് ക്രോസ് ചെയ്യുന്നതാണ് ടെസ്റ്റോക്രോസ്. ടെസ്റ്റോക്രോസ് ഈസ് എ ബിറ്റ് ഹൈബ്രിഡ്. അയ്യോ തെറ്റിച്ചു, ഇത് തെറ്റാ. അവിടെ വേണ്ടത് റെസസീവ് പാരൻ്റ് അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു സ്മോൾ ടി. നോക്കൂ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടെസ്റ്റോക്രോസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, 2 ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? 2 ആണ് ആൻസർ. ആൻസർ 2 ആണ്. വിച്ച് 3 സയൻറ്റിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി റീഡിസ്കവേർഡ് മെൻഡേലിയൻ പ്രിൻസിപ്പിൾ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആൾ ഇന്ത്യക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാ. 1900 ആണ്ട് വരെ മെൻഡലിൻ്റെ തിയറികൾ ആർക്കും അറിയില്ല. കാൾ കോറൻസ് ഇൻ ജർമ്മനി, ഹ്യൂഗോ ഡീവ്രിസ്, ചെർമാർക്ക് ഓസ്ട്രിയ, ഈ 3 പേരാണ് മെൻഡലിൻ്റെ തിയറി റീഡിസ്കവർ ചെയ്തു. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായിരുന്നു? 4. 117ൻ്റെ ആൻസർ ഏതാണ്? 4 ആണ്. അവറി, മെക്കാർത്തി, മെക്കിലിയോഡ് അറിയാം, സട്ടൻ, ബോവറി അറിയാം, നമ്മുടെ ലിങ്കേജുമായി ബന്ധപ്പെട്ടതാണ്. പണ്ണറ്റിൻ്റെ തിയറി അറിയാം, സ്ക്വയർ അറിയാം. സോ ആൻസർ ഏതായിരുന്നു? 4. ക്രോമോസോം മാപ്പ്, ജനറ്റിക് മാപ്പ് ഫസ്റ്റ് പ്രിപ്പയർഡ് ബൈ TH മോർഗൻ്റെ സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റുർട്ടിവാൻറ്റാണ് ഫസ്റ്റ് നോട്ട് ചെയ്തത്. സട്ടൻ ആൻഡ് ബോവറി ലിങ്കേജ് തിയറി വന്നു. ബെയ്റ്റ്സൺ ആൻഡ് പണ്ണറ്റ് അത് ക്രോസിംഗ് ഓവർ ലിങ്കേജിൻ്റെ തിയറി ഉണ്ട്. TH മോർഗൻ ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സ്. ആൻസർ ഏതാണ്? 4. ദെൻ കോളം 1 ആൻഡ് കോളം 2 ഗ്രിഗർ മെൻ്റൽ ഏതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ബൈ ഗ്രിഗർ മെൻ്റൽ. അത് ഗ്രിഗർ മെൻ്റൽ ആണ്. ദെൻ സട്ടൺ ആൻഡ് ബോവറി ക്രോമോസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഹെൻകിൻ ആണ്
ഡിസ്കവേർഡ് എക്സ് ബോഡി. എക്സ് ബോഡി ആരാ ഡിസ്കവർ ചെയ്തു? ഹെൻകിനാണ്. TH മോർഗൻ, ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ, ഡ്രോസോഫിലയിൽ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തു. സോ ആൻസർ ഈസ് 3. ഓക്കെ. 20. ഫിനൈൽ പൈറൂവിക് ആസിഡ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ ഇൻ കേസ് ഓഫ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ഓക്കെ, അതാണ് പോയിന്റ്. അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്ക് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. ഫിനൈൽ അലനിൻ ഹൈഡ്രോലൈസ് അല്ലേ? അപ്പോൾ ഇത് ഈ കൊടുത്തിരിക്കുന്ന ആൻസർ നമുക്കറിയാം. PKU ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന ഒരു പോയിന്റാണിത്. ആരായിരുന്നു? ഫിനൈൽ കീറ്റോൺ യൂറിയ. അപ്പോൾ ഫിനൈൽ കീറ്റോൺ യൂറിയയിൽ അത് PKU എന്നാണ് നമ്മളതിനെ കോമൺ ആയിട്ട് പറയാറുണ്ട്. PKU ഫിനൈൽ കീറ്റോൺ യൂറിയ. അപ്പോൾ ഇതൊരു ഡിസീസാണ്. ജെനറ്റിക്സിൽ നമ്മൾ വിളിച്ചു ഫിനൈൽ അനലിൻ. ആ ഫിനൈൽ അനലിനെ ടൈറോസിനായി കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതാണ് ഈ ഡിസീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരുന്നു? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. റെഡിയല്ലേ? എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ല, രണ്ടും സംഭവമൊക്കെ ശരിയാ. സോ ആൻസർ ഈസ് 2. യൂകാരിയോട്ടിക് മെസഞ്ചർ RNA റിക്വയർ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിംഗ് ഫോർ formation of functional mRNA. Yes. Okay. Reason. Eukaryotic transcript possesses extra non-functional segment called introns. വളരെ കറക്റ്റ് അല്ലേ? അസേർഷനും റീസണും കറക്റ്റാണ്, എക്സ്പ്ലനേഷനും കറക്റ്റാണത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു ട്രാൻസ്ക്രിപ്ഷൻ മോളിക്കുലാർ ബേസിസിൽ സെക്കൻഡ് ജെനറ്റിക്സിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചു, അതും ക്ലിയർ ആണ്. ഓക്കെ. മാച്ച് ദ കോളം 1 and 2. A. അലക് ജഫറി. ഇത് ഏതുമായി നമുക്കറിയാം? ജഫറി DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഫോറൻസിക്കിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. ദെൻ അതാണ് പോയിന്റ് 22ൻ്റെ എൻ്റെ ആൻസർ ഏതാണ്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. ദെൻ സാങ്ങർ അനോട്ടഡ് DNA സീക്വൻസസ് ആണ്. ജേക്കബ് മൊണാഡ് ലെക്ക് ഒപ്പറോൺ നമ്മൾ പഠിച്ചു ഈ കോളി ഉൾപ്പെടെ. അവറി മെക്കാർത്ത് മെക്ലിയോഡ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൾ. സോ കറക്റ്റ് ആൻസർ ഈസ് നമ്പർ 4. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായിരുന്നു? 4 ആണ്. ദെൻ 23. A and B represent in the given representation phosphate plus sugar plus nitrogen base. ഇത് നമ്മുടെ DNA സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം ഷുഗറും നൈട്രജൻ ബേസും ചേർന്നു. എന്തുണ്ടായി? ന്യൂക്ലിയോസൈഡ് ഉണ്ടായി. അതിൻ്റെ കൂടെ ഫോസ്ഫറസ് ചേർന്നു, ന്യൂക്ലിയോടൈഡ് ഉണ്ടായി. ഫോസ്ഫേറ്റ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എല്ലാം പഠിച്ചു നമ്മൾ. സോ ആൻസർ ഏതാണ്? 3 ആണ്. DNA ഹെലിക്കലിൽ ഒരു സ്ട്രാൻഡിൻ്റെ ഫോർമേഷനാണ് പറയുന്നു. In a DNA molecule, a phosphate group is attached to carbon of dash of the sugar residue of its own nucleotide and carbon of the dash sugar residue of the nucleotide by dash. ഞാൻ പറഞ്ഞു നേരത്തെ phosphate diester. So 124ൻ്റെ ആൻസർ 1 ആണ്. 5 dash of the sugar residue of nucleotide and carbon 3 dash ആണ്. അവിടെ വരുന്നത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ്. സോ ആൻസർ ഈസ് 1. To prove that DNA is the genetic material which radioactive isotope used by Hershey and Chase in their experiment. സിമ്പിളാണ്, അവിടെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നോക്കൂ, ഫോസ്ഫറസിൻ്റെ 32, ഷുഗർ 35. അതാണല്ലോ ഉപയോഗിച്ച് അവർ സെമി കൺസർവേറ്റീവിലും പല മെത്തേഡിലേക്ക് എത്തിച്ചത്. ഓക്കെ. സോ ആൻസർ ഈസ് 125.
പ്രോസസ് ഓഫ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ. മൈക്രോബ്സിലിരുന്ന ക്വസ്റ്റിനാ. 9ാമത്തെ ചാപ്റ്റർ +2 മൈക്രോബ്സിലിരുന്ന ക്വസ്റ്റിനാ. ബയോഗ്യാസ് എയറോബിക് അല്ല, അനൈറോബിക് ആണ്. ഫെർമെൻറ്റേഷൻ്റെ ഒരു മോഡലാണ്. ബയോഗ്യാസ് അനൈറോബിക് ആണ്. ഓക്കെ. 27. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആൽക്കഹോളിക് ഡ്രിങ്ക് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ? ഡിസ്റ്റിലേഷൻ വഴിയല്ലാതെ നോർമലായ നമ്മുടെ മൾട്ടിങ് പോലെ ആ പ്രോസസ്സിൽ വരുന്നു. ഏതാണ് ആൻസർ? 127 വൈനാണ്. ബാക്കിയുള്ളത് ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഓക്കെ. റീഡ് ദ ഫോളോയിങ് ആൻറ്റിബയോട്ടിക് സെലക്ട് ഇൻകറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ കോഡ് ഗിവൺ ബിലോ എന്നാണ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? 128. നോക്കൂ. അപ്പോൾ ഫസ്റ്റ് നമ്പർ 1, ആൻറ്റിബയോട്ടിക്സ് ആർ ദ attenuated microorganisms which in small concentration can kill or retard the growth of other harmful organisms. നോക്കൂ, ഇത് തെറ്റാ. അറ്റിന്യൂട്ടേറ്റഡ് എന്ന് പറഞ്ഞാൽ വീക്കൻഡ് ആണ്, അത് ശരിയാ. റിട്ടാർഡ് അല്ല, ഇൻഹിബിറ്റ് ഓർ കിൽന. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പെനിസിലിൻ വാസ് ദ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ബൈ ഫ്ലെമിംഗ്. ശരിയാണ്, കറക്റ്റാണ്. സെക്കൻഡ് കറക്റ്റാണ്. ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് പെനിസിലിൻ ആസ് എൻ ഇഫക്റ്റീവ് ആൻറ്റിബയോട്ടിക് എസ്റ്റാബ്ലിഷ്ഡ് ഏണസ്റ്റ് ചെയിൻ ആൻഡ് ഹവാൾഡ് ഫ്ലോവറി. ശരിയാണ്. ഫ്ലെമിംഗ്, ചെയിൻ ആൻഡ് ഫ്ലോവറി വേർ അവാർഡഡ് നൊബൽ പ്രൈസ് 45. എല്ലാം ശരിയാ, 1 ഒഴികെ. സോ ആൻസർ ഈസ് 1. മൈക്രോബ്സിൽ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഡിപ്പെൻസ് അപ്പോൺ. എക്കോസിസ്റ്റത്തിൽ വരുന്നു. ഡികമ്പോസിഷൻ എന്താണെന്നറിയാം. ബാക്ടീരിയ ആൻഡ് ഫംഗസ് ആണ് ഡീകമ്പോസേഴ്സ്. ലാർജായ മാക്രോമോളിക്യൂൾസിനെ ഡീകമ്പോസ് ചെയ്യുന്നു, വിഘടിപ്പിക്കുന്നു. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ട്? കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ ഡെട്രൈറ്റസ് ശരിയല്ലേ? ടെമ്പറേച്ചർ ശരിയാണ്. സോയിൽ മോയ്സ്ചർ ശരിയാണ്. സോ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദീസ് എല്ലാം ശരിയാ. പല ഫാക്ടേഴ്സ് ഉണ്ട് അവിടെ. നിങ്ങൾക്കറിയാം, ഡെട്രൈറ്റസിൻ്റെ സ്വഭാവം നോക്കണം, അതിൻ്റെ കെമിക്കൽ നോക്കണം. ചില ഡെട്രൈറ്റസിൻ്റെ നാച്ചുർ അനുസരിച്ച് ഹാർഡാവും, അതേപോലെ സോഫ്റ്റ് ആവും. അപ്പോൾ ആ റേറ്റ് സ്പീഡപ്പ് ആവും, അല്ലെങ്കിൽ സ്ലോ ആയി നടക്കും. സോ ആൻസർ ഈസ് 4. ഹെർബിവോറസ് are also called first order consumer. ഹെർബിവോറസിനെ ഫസ്റ്റ് ഓർഡർ കൺസ്യൂമർ എന്ന് പറയുന്നു. കറക്റ്റാണ്. ഹെർബിവോറസ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് യൂസിങ്. തെറ്റാണ്. ഒരിക്കലും അവരെന്ത് ചെയ്യാറില്ല, സ്വന്തമായി നിർമ്മിക്കാറില്ല. സെക്കൻഡ് തെറ്റല്ലേ? ഇപ്പോൾ 130ൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് എന്തേ? ഇൻകറക്റ്റ് ആണ്. ഹെർബിവോറസ് ആണ് പ്രൈമറി കൺസ്യൂമറാണ്. അവരാണ് പ്രൈമറി കൺസ്യൂമർ. പ്ലാന്റ്സ് ഉണ്ടാക്കിയ എനർജിയെ, അതായത് ഗ്രോസ് പ്രൈമറിയിൽ നിന്ന് നെറ്റിലേക്ക് കടക്കുന്നു. ആ നെറ്റ് എനർജിയെ ആദ്യം സ്വീകരിക്കുന്ന എപ്പോഴാരാ? ഹെർബിവോറസ് ആണ്. അവർ സെക്കൻഡ് ഓർഡറാണ്. T2 എന്നാണ് പറയുക. T2 ആണ് ആര്? ഹെർബിവോറസ്. 31. ഇൻ എ പോപ്പുലേഷൻ പെർ ക്യാപിറ്റാറ്റ ബർത്ത് റേറ്റ് ഈസ് 0.5 ആൻഡ് ഡെത്ത് റേറ്റ് 0.8 ആണ്. ഡ്യൂറിങ് എ യൂണിറ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. നമുക്കറിയാം R ഈസ് ഈക്വൽ ടു B-D ആണ്. B-D ആണ്. ഇവിടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നു. ബർത്ത് റേറ്റ് എത്രയാണ്? 0.15 ആണ്. ഡെത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു 0.08 ആണ്. സോ നമ്മുടെ ആൻസർ എത്ര വരണം? 0.05 വരും. 131 ആൻസർ 2 ആണ്. ഓക്കെ. ഫിഗ് ആൻഡ് വാസ്പ് കനോട്ട് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തൗട്ട് ഈച്ച് അതർ. ഇതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ വർഷം 25 നീറ്റ് എക്സാം വന്നു.
ദേ ഷോ മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ്. ശരിയാണ്. ഫിഗും വാസ്പും അങ്ങനെയാണ്. കാരണം ഫിഗിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റ് വാസ്പാണ്. ഇതിലേതെങ്കിലും ഒരാളില്ലെങ്കിൽ ദേ ഡു നോട്ട് കംപ്ലീറ്റ് ദർ ലൈഫ് സൈക്കിൾ. ബിക്കോസ് ഫിഗ് വാസ്പിന് എഗ് ലേയിങ് പ്ലേസ് അഡീഷണൽ ആയിട്ട് കൊടുക്കും. അതിൻ്റെ ലാർവയ്ക്ക് വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഇവിടെ നിന്ന്. ഒരാളില്ലെങ്കിൽ രണ്ടാളും നിലനിൽക്കില്ല. ദാറ്റ് ഈസ് ദ പോയിന്റ്. സോ ദിസ് ആൻസർ ഈസ് 1. നോക്കൂ, ഇത് നമ്മുടെ NCERT-യിൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന അതേ ചാപ്റ്ററിലുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇവിടെ നമുക്ക് പിരമിഡ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3 പിരമിഡാ. 3 പിരമിഡാ. ഒന്നാമത്തേത് പിരമിഡ് ഓഫ് നമ്പർ ആണ്. രണ്ടാമത്തേത് പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. ഇത് അപ്രൈറ്റ് ആണ്. മൂന്നാമത്തേത് ഇൻവേർട്ടഡ് പിരമിഡാണ്. മൂന്നാമത്തേതായിരുന്നു ഇൻവേർട്ടഡ് പിരമിഡാ. 1. സോ ഏതൊക്കെയായിരുന്നു ആൻസർ എന്ന് നോക്കൂ. ഇതിൻ്റെ ആൻസർ ഏതായിരുന്നു? നമ്പർ 1, 1 എ with A, B, C and inverted pyramid of biomass depicting small standing group of phytoplankton supporting a large standing group of zooplankton. അത് ശരിയാണല്ലോ, ശരിയല്ലേ? പിരമിഡ് ഓഫ് നമ്പർ ഇൻ എ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം 6 മില്യൺ പ്രൊഡ്യൂസർ. ശരിയാണ്. സോ 3 എന്ന് പറയുന്നത് അപ്രൈറ്റ് ആണ്. 3 അല്ല, അപ്രൈറ്റ്, മറ്റുള്ളത് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരുന്നു? സോ 33യുടെ ആൻസർ ഏതാണ്? 1 ആണ് ആൻസർ. 1 ആണ് ആൻസർ. ഓക്കെ, ആൻസർ 1 ആണ്. സി എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആണ്. സോ ആൻസർ 1. ഇത് അക്വാട്ടിക്കിലുള്ളതാണ്. ഇത് രണ്ടും ലാൻഡിലുള്ളതാണ്. ഓക്കെ, യെസ്. 34. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ബയോഡൈവേഴ്സിറ്റിയിലുള്ള സ്പീഷ്യസിൻ്റെ ലോസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 ഡോഡോ. നമുക്കറിയാം ആ ഡോഡോ പക്ഷി എവിടെയാ? മൗറീഷ്യസിൽ നിന്നാണ് അപ്രത്യക്ഷമായത്. അതിന് മനുഷ്യൻ്റെ അമിതമായ ഇടപെടൽ തന്നെയാ. അതുകൊണ്ടാണ് അവിടെയുള്ള കൽവേറിയ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സീഡ് മുളയ്ക്കാതിരിക്കാനുള്ള ഒരു കാരണം അതാ. ഡോഡോ പക്ഷിയില്ല. സോ ആൻസർ ഈ ഡോഡോ എവിടെയായിരുന്നു? മൗറീഷ്യസ് എന്നാണ് സി. ഓക്കെ, ക്വഗ എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്. തൈലാസീൻ എവിടെയായിരുന്നു? ഓസ്ട്രേലിയ. ഓക്കെ, സ്റ്റെല്ലേഴ്സ് സീ കൗ എവിടെയാണ്? റഷ്യ. സോ ആൻസർ ഈസ് 4 ബയോഡൈവേഴ്സിറ്റി. Then last, what is the total number of species present on Earth estimated by Robert May? ബയോഡൈവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് പേജിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഈസ് 7 മില്യൺ ആണ്. എത്രയായിരുന്നു? 7 മില്യൺ. അപ്പം ഈ ഒരു 45 ക്വസ്റ്റ്യൻ നമ്മുടെ ബോട്ടണിയിലെ 13 ചാപ്റ്ററും കവർ ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററും കവർ ചെയ്തു. നോക്കൂ, ചിലത് വളരെ സിമ്പിളാണ്, എന്നാലും കുട്ടികൾ വളരെ വളരെ മൈന്യൂട്ടായി നിങ്ങൾ വളരെ ലാഘവത്തോടെ എടുത്ത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മുടെ മോക്ക് എക്സാമിന് വരുമ്പോഴും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാത്രം പോരാ, തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ക്ലിയറായിട്ട് അനാലിസിസ് ചെയ്യണം. എന്തുകൊണ്ട് 3 വരുന്നില്ല, എന്തുകൊണ്ട് 1 കറക്റ്റായി എന്ന രൂപത്തിലേക്ക് നിങ്ങൾ അതിനെത്തിക്കണം. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനിയും അൺഅക്കാഡമി 21-ാം തീയതി വരെ നിങ്ങൾക്ക്, അതല്ലെങ്കിൽ അതിനു മുമ്പേ ധാരാളം മോക്ക് എക്സാമുകൾ തരും. എല്ലാം വൃത്തിയായി എഴുതുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ബോക്സിലേക്ക് അയക്കുക, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു.